ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ കുറ്റപത്രം വൈകുന്നതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി പ്രതിപക്ഷം. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് വഴിയൊരുക്കാനാണ് കുറ്റപത്രം വൈകിപ്പിക്കുന്നത് എന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞു. SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദമെന്ന് പ്രതിപക്ഷ നേതാവ്. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടവർ വിവരദോഷികളാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുകളിൽ മുഖ്യപ്രതികളിലൊരാളായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ജാമ്യം നേടി പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് പ്രതിപക്ഷം വിമർശനം ശക്തമാക്കുന്നത്. പ്രതികളെ സഹായിക്കാനാണ് കുറ്റപത്രം വൈകിപ്പിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. ശബരിമലയിലെ സ്വർണം വീണ്ടെടുക്കേണ്ടത് വിശ്വാസത്തിന്റെ ആവശ്യം, അതോടൊപ്പം തന്നെ തെളിവ് സംബന്ധമായിട്ടും അതിന്റെ ആവശ്യകത കോടതി ഊന്നി പറഞ്ഞിരിക്കുന്നു. അതിലേക്ക് അന്വേഷണ സംഘം പോകുന്നില്ല. ഇപ്പോഴും മാർക്സിസ്റ്റ് നേതാക്കന്മാരായ പ്രതികളെ പാർട്ടി സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രി SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SITയിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്നും പ്രതികരണം. അന്വേഷണം നടത്തുന്നതിലും കുറ്റപത്രം സമർപ്പിക്കുന്നതിലും SITക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടാനുള്ള അവസ്ഥ SIT ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സമ്മർദ്ദമാണ്. അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ഫോട്ടോ പുറത്തു വന്നതിനെയും നേതാക്കൾ പ്രതിരോധിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും പോറ്റിയും ഒരുമിച്ചുള്ള ഫോട്ടോ വന്നിട്ടുണ്ടല്ലോ എന്നാണ് KC വേണുഗോപാലിന്റെ ചോദ്യം. പിണറായി വിജയന്റെ ഫോട്ടോ വന്നിട്ടില്ലേ? ഇല്ലേ? അപ്പോൾ പിണറായി വിജയൻ അതിനകത്ത് പ്രതിയാണോ? ഫോട്ടോ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ കൂടെ പരിശോധിക്കണം, മുഖ്യമന്ത്രിയുടെ ഫോട്ടോ. ഫോട്ടോയുടെ പേരിൽ സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടവർ വിവരദോഷികളാണെന്ന് VD സതീശൻ ആഞ്ഞടിച്ചു. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ വിവരദോഷികളായ, ഞാൻ ഇത്തരം വാക്കുകൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. വിവരക്കേട് നിയമസഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ മന്ത്രിമാരുള്ള സംസ്ഥാനമാണെന്നോർത്ത് ഞങ്ങൾ ലജ്ജിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്താനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വേഗത്തിൽ കുറ്റപത്രം നൽകാൻ SIT അന്വേഷണം തുടങ്ങി 3 മാസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തതിനാൽ പ്രതികൾക്ക് ജാമ്യം കിട്ടിത്തുടങ്ങിയതോടെയാണ് നടപടികൾ വേഗത്തിലാക്കുന്നത്. ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ VSSയുമായി വീണ്ടും കൂടിയാലോചന നടത്തി ഫെബ്രുവരി 15 മുൻപ് കുറ്റപത്രം നൽകാനാണ് നീക്കം. ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ ED ഉടൻ സമൻസ് നൽകും. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും ജാമ്യം ലഭിച്ച മുരാരി ബാബു ഇന്നലെ ജയിൽ മോചിതനായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഒരു കേസിൽ ജാമ്യം ലഭിച്ചു. മറ്റുള്ളവരും ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഇതോടെയാണ് അടുത്ത മാസം 15-ാം തീയതിക്കകം കുറ്റപത്രം നൽകാനുള്ള SIT ആലോചന. ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണ്ണമോഷണ കേസിലാവും ആദ്യം കുറ്റപത്രം നൽകുക. ഇതുവരെയുള്ള കണ്ടെത്തലുകൾ ചേർത്ത് ആദ്യഘട്ട കുറ്റപത്രം നൽകാനാണ് നീക്കം. ഇതിനു മുന്നോടിയായി ശാസ്ത്രീയ പരിശോധനാ ഫലത്തെക്കുറിച്ച് VSSയിലെ ഉദ്യോഗസ്ഥരുമായി ഉടൻ ചർച്ച നടത്തും. ഇതുവഴി നഷ്ടമായ സ്വർണത്തിന്റെ അളവിൽ വ്യക്തത വരുത്താനാകും എന്നാണ് കരുതുന്നത്. അതിനുശേഷം 9-ാം തീയതി ഹൈക്കോടതിയിൽ നൽകുന്ന ഇടക്കാല റിപ്പോർട്ടിൽ കുറ്റപത്രം നൽകാനുള്ള താൽപര്യം അറിയിക്കും. കോടതി അനുവദിച്ചാൽ ആദ്യഘട്ട കുറ്റപത്രം നൽകും. കുറ്റപത്രം നൽകിയാലും ഗൂഢാലോചന കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരും. അതേസമയം മുരാരി ബാബുവിനായി ED നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യാൻ ED ഉടൻ സമൻസ് അയക്കും. മുരാരി ബാബുവിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് പുതിയ നീക്കം. സ്വർണം ചെമ്പാക്കി രേഖപ്പെടുത്തിയതിന് നിർണായക രേഖകൾ റെയ്ഡിനിടെ EDക്ക് ലഭിച്ചിരുന്നു. മറ്റു പ്രതികളുടെ ED ചോദ്യം ചെയ്യലും ഉടനുണ്ടാകും. 24 കൊച്ചി, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധവുമായി BJP കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം ഉണ്ടായി. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി. ശബരിമല സന്നിധാനത്ത് മകരവിളക്ക് ദിവസം സിനിമാ ചിത്രീകരണം നടന്നു എന്ന് പരാതി. സംവിധായകൻ അനുരാജ് മനോഹറിന്റെ സിനിമയ്ക്കെതിരെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പരാതി ലഭിച്ചത്. ദേവസ്വം വിജിലൻസ് SP-യോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ ആവശ്യപ്പെട്ടു. നരിവേട്ടയുടെ സംവിധായകൻ അനുരാജ് മനോഹറിന്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് വിലക്കുകൾ ലംഘിച്ച് മകരവിളക്ക് ദിവസം സന്നിധാനത്ത് വെച്ച് ഷൂട്ട് ചെയ്തുവെന്നാണ് പരാതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാറിനാണ് പരാതി ലഭിച്ചത്. ഷൂട്ടിംഗ് അനുമതി തേടി സിനിമയുടെ അണിയറ പ്രവർത്തകർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നേരത്തെ സമീപിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് അനുമതി നൽകാതിരുന്നത്. ശേഷം ശബരിമലയിലെ സുരക്ഷാ ചുമതലയുള്ള ADGPയുമായി സംസാരിച്ച് പമ്പയിൽ മാത്രമാണ് ഷൂട്ട് ചെയ്തത് എന്നാണ് അനുരാജ് മനോഹറിന്റെ വാദം. സന്നിധാനത്ത് വെച്ച് ഒരു ഷൂട്ടിംഗും നടത്തിയിട്ടില്ലെന്നും അനുരാജ് പറയുന്നു. പരാതി പരിശോധിക്കാൻ K ജയകുമാർ വിജിലൻസ് SP-യോട് ഉത്തരവിട്ടു.
റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും മറ്റു നടപടികൾ. 24 കൊച്ചി. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചെന്ന് വെളിപ്പെടുത്തിയ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ CPIM പുറത്താക്കും. ജില്ലാ സംസ്ഥാന നേതാക്കൾ തമ്മിലുള്ള ചർച്ചയിൽ ഇന്ന് നടപടി സംബന്ധിച്ച് ധാരണയാകും. പാർട്ടിയെ തിരുത്താനാണ് ഫണ്ട് വെട്ടിപ്പിനെ കുറിച്ച് പരസ്യമായി പറഞ്ഞത് എന്ന് വി കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചു. പയ്യന്നൂരിൽ വ്യക്തികൾ ധനാപകരണം നടത്തിയിട്ടില്ലെന്നും ഓഫീസ് നിർമ്മാണത്തിന്റെ കണക്ക് സമർപ്പിക്കാൻ വൈകിയതാണ് വീഴ്ച സംഭവിച്ചത് എന്നുമാണ് പാർട്ടി നേതൃത്വത്തിന്റെ പ്രതിരോധം. ഇടവേളയ്ക്ക് ശേഷം രക്തസാക്ഷി ധനരാജിന്റെ പേരിലുള്ള ഫണ്ട് വെട്ടിപ്പ് വീണ്ടും പുറത്തെത്തുമ്പോൾ CPIM കടുത്ത പ്രതിരോധത്തിലാണ്. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചെന്ന ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയത് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണനാണ്. ഇതാണ് CPIMനെ കുഴക്കുന്നത്. മൺമറഞ്ഞ നേതാവ് കോടിയേരി ബാലകൃഷ്ണനെ കൂടി ആരോപണത്തിലേക്ക് വലിച്ചിട്ടു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കുഞ്ഞികൃഷ്ണന്റെ ആക്ഷേപങ്ങളെ വൈകാരികമായി പ്രതിരോധിക്കാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ ശ്രമം. മഹാനായ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് CPIM ഫണ്ട് തട്ടുന്ന പാർട്ടിയാണ് എന്ന് വി കുഞ്ഞികൃഷ്ണൻ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ വിവാദത്തിലേക്ക് തള്ളിവിട്ട വെളിപ്പെടുത്തൽ നടത്തിയ വി കുഞ്ഞികൃഷ്ണനെ CPIM പുറത്താക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിനിടയിൽ കണ്ണൂർ നേതാക്കളും സംസ്ഥാന നേതൃത്വവും തമ്മിൽ ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തും. കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചേർന്നായിരിക്കും നടപടി തീരുമാനിക്കുക. അദ്ദേഹം ആ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞല്ലോ, തെളിവ് ഹാജരാക്കാൻ വേണ്ടി തനിക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ട് കമ്മീഷന്റെ നിഗമനങ്ങളെ അംഗീകരിക്കുന്നു പറഞ്ഞല്ലോ. പാർട്ടിക്ക് പാർട്ടിയുടേതായ രീതിയിലുണ്ട്. തെറ്റായ ഒരു കാര്യവും പാർട്ടിക്കകത്ത് വെച്ച് പൊറുപ്പിക്കില്ല, അതിൽ യാതൊരു സംശയവും വേണ്ട. പാർട്ടിയെ തിരുത്തുന്നതിന് വേണ്ടിയാണ് ഫണ്ട് വെട്ടിപ്പ് തുറന്നു പറഞ്ഞതെന്നാണ് വി കുഞ്ഞികൃഷ്ണന്റെ വിശദീകരണം. തിരുത്തിയില്ലെങ്കിൽ കേരളത്തിലെ പാർട്ടിക്ക് ബംഗാളിന്റെ അനുഭവം വന്നു ചേരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. തെറ്റ് സംഭവിക്കുമ്പോൾ, പോരായ്മകൾ സംഭവിക്കുമ്പോൾ അത് വിമർശനത്തിലൂടെ തിരുത്തിക്കുക എന്നുള്ളത് ഓരോ പാർട്ടി സഖാവിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് തിരുത്താൻ സാധിക്കില്ലെങ്കിൽ ചിലപ്പോൾ ബംഗാളിൻ്റെ അവസ്ഥ കേരളത്തിലും ഉണ്ടായേക്കാം. രക്തസാക്ഷി ഫണ്ടിൽ തിരിമറി നടന്നിട്ടില്ലെന്ന വാദമുയർത്തിയും ഓഫീസ് നിർമ്മാണ കണക്കുകൾ സമർപ്പിക്കാൻ വൈകിയതിൽ മാത്രമാണ് ക്രമക്കേടെന്നും ചൂണ്ടിക്കാട്ടി വിവാദം അവസാനിപ്പിക്കാനാണ് CPIMന്റെ ശ്രമം. 24 തിരുവനന്തപുരം. അതേസമയം പയ്യന്നൂരിലെ ഫണ്ട് തിരിമറി ആരോപണം പാർട്ടിയിൽ തന്നെ ഒതുക്കി തീർക്കാൻ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേസെടുക്കേണ്ട വിഷയത്തിൽ പാർട്ടി തന്നെ പോലീസും കോടതിയുമാകുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഫണ്ട് തിരിമറിയിൽ പുറത്തു വന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമെന്ന് KPCC അധ്യക്ഷൻ വിമർശിച്ചു. പയ്യന്നൂരിലെ CPM ജില്ലാ കമ്മിറ്റി അംഗം MLAക്കെതിരായി ഗുരുതരമായ ആരോപണം, ഇത് ആദ്യത്തെ ആരോപണമല്ല, ഇത് പാർട്ടിക്കും ഗവൺമെന്റിനും ഉള്ളവർക്കും ഈ ആരോപണം കൊടുത്തിട്ടൊരു കേസ് പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. CPM എന്താണ്? ഇതെല്ലാം പാർട്ടി കോടതിയാണോ? ഇത് ഗുരുതരമായ ക്രമക്കേടാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. ഒരു ക്രൈം നടന്നു എന്ന് പറഞ്ഞിട്ട് അത് പോലീസിനെ അറിയിക്കാതിരിക്കുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. സത്യം തുറന്നു പറഞ്ഞ TP ചന്ദ്രശേഖരന് എതിരെ പോലുള്ള വധഭീഷണി ഈ ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തിലുണ്ടായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന ഗുരുതരമായ അഴിമതിയും സാമ്പത്തിക ക്രമക്കേടുകളും സഹകരണ മേഖലയിലാണെങ്കിലും രക്തസാക്ഷികളുടെ ഫണ്ട് പോലും അപഹരിക്കുന്ന നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ, മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപത്തെ കേവലം നിഷേധിച്ചതുകൊണ്ടോ പാർട്ടി ചർച്ച ചെയ്താണ് എന്ന് പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. അതിനെ സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാകണം. കേരളത്തിലെ അതിവേഗ റെയിൽപാതയുടെ പ്രഖ്യാപനം ഉടനെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. താൻ നൽകിയ പദ്ധതി രേഖയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടാണ് എന്ന് ഇ ശ്രീധരൻ അറിയിച്ചു. തിരുവനന്തപുരം കണ്ണൂർ യാത്രാ സമയം 3.25 മണിക്കൂറായി ചുരുങ്ങും. ജനവാസ മേഖലകളിൽ ടണലുകളിലൂടെയാണ് പാത കടന്നു പോകുന്നതെന്നും ഭൂമി ഏറ്റെടുക്കുന്നത് പ്രതിസന്ധിയാകില്ല എന്നും ഇ ശ്രീധരൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സിൽവർ ലൈൻ പദ്ധതി തള്ളിയതോടെയാണ് അതിവേഗ റെയിൽപാതയ്ക്ക് വഴിയൊരുങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ കാസർഗോഡിനെ ഒഴിവാക്കി തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 430 കിലോമീറ്റർ ആയിരിക്കും പാത. ആകെ 22 സ്റ്റോപ്പുകൾ ഉണ്ടാകും. ഈ ലൈൻ വന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ട്രാവൽ ടൈം 1 hour 20 minutes. തിരുവനന്തപുരം ടു കണ്ണൂർ 3 hours 15 minutes. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നത് പ്രതിസന്ധിയാകില്ലെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. പാതയുടെ 70% മേൽപ്പാലവും 20% മണ്ണിനടിയിൽ കൂടിയുമായിരിക്കും. 86,000 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. 15 ദിവസത്തിനകം റെയിൽവേയുടെ പ്രഖ്യാപനമുണ്ടാകും. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് within 15 days വരും. 15 days. In the estimated cost
86,000 crores I think. 8 കോച്ചുകളുള്ള ട്രെയിനുകളായിരിക്കും ആദ്യഘട്ടത്തിൽ സർവീസ് ആരംഭിക്കുക. മേൽപ്പാലത്തിനും തുരങ്കപാതയ്ക്കുമായി ഏറ്റെടുത്ത ഭൂമി നിർമ്മാണത്തിന് ശേഷം വ്യവസ്ഥകളോടെ ഉടമകൾക്ക് ലീസിന് നൽകും. റെയിൽവേക്ക് 51%, സംസ്ഥാന സർക്കാരിന് 49%ആയിരിക്കും ഓഹരി. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇ ശ്രീധരന്റെ പ്രതികരണം. 24 മലപ്പുറം. സംസ്ഥാന സർക്കാരിന്റെ അറിവോടെ സമർപ്പിച്ച പ്രപ്പോസലാണ് അതിവേഗ റെയിൽ എന്ന ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് 24നോട്. പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇനി ആകെയുള്ള പ്രതീക്ഷ ബജറ്റ് സമ്മേളനത്തിലാണ് എന്നും കെ.വി. തോമസ് പറഞ്ഞു. ഈ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അദ്ദേഹം 4/10/24 അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് എ ഹൈ സ്പീഡ് ട്രെയിൻ ഫോർ കേരള എന്നൊരു നോട്ട് കൊടുക്കുകയുണ്ടായി. നമ്മുടെ പ്രതീക്ഷ അന്ന് നമുക്കുണ്ടായൊരു ധാരണ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ അനൗൺസ് ചെയ്യുന്നതായിരുന്നു. പക്ഷെ അവിടെ ഒന്നും നടന്നിട്ടില്ല. ഇനി ആകെ ഒരു ചാൻസ് ഉള്ളത് ബഡ്ജറ്റ് സമ്മേളനമാണ്. ആ ബഡ്ജറ്റ് സമ്മേളന കാലത്ത് ഇത് പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. പാലക്കാട് മണ്ഡലത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കോൺഗ്രസ്. മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥിനെയാണ് പരിഗണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് പകരം മികച്ച സ്ഥാനാർത്ഥിയെ അണിനിരത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ജില്ലയിലെ പട്ടാമ്പി, കൊങ്ങാട് സീറ്റുകൾ വെച്ചുമാറാനും UDF-ൽ ധാരണയായിട്ടുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം മികച്ച സ്ഥാനാർത്ഥി ഇറക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് സുപരിചിതനായ വ്യക്തിത്വത്തെ പാർട്ടി പരിഗണിക്കുന്നത്. സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച കണ്ണൻ ഗോപിനാഥിനെ പരിഗണിക്കുന്നുവെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതേസമയം പട്ടാമ്പി, കോങ്ങാട് സീറ്റുകൾ വെച്ചുമാറാൻ കോൺഗ്രസും മുസ്ലിം ലീഗും ധാരണയായി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് തന്നെ പട്ടാമ്പി സീറ്റ് ആവശ്യപ്പെടുകയായിരുന്നു. V4 പട്ടാമ്പിയെ കൂടെ നിർത്തിയതടക്കം UDF മുന്നേറ്റത്തിൽ ഇത്തവണ ലീഗ് നിർണായക പങ്കുവഹിച്ചു. UDF വോട്ട് വർദ്ധിക്കാനും ഇത് കാരണമായി. ഇതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത കണക്കിലെടുത്താണ് പട്ടാമ്പിയിൽ മുസ്ലിം ലീഗ് മത്സരരംഗത്തിറങ്ങുന്നത്. പകരം നിലവിൽ ലീഗ് മത്സരരംഗത്തുള്ള കോങ്ങാട് സീറ്റ് കോൺഗ്രസിന് നൽകും. പട്ടാമ്പിയിൽ മുസ്ലിം ലീഗിൽ നിന്നും MA സമദിന്റെ പേരാണ് മുൻഗണനയിലുള്ളത്. ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, അബ്ദുൾ റഷീദ് എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട്. കോങ്ങാട് മണ്ഡലത്തിൽ KPCC ജനറൽ സെക്രട്ടറി KA തുളസി, രമ്യ ഹരിദാസ്, പാലക്കാട് നഗരസഭാംഗം വിപിൻ എന്നിവരാണ് കോൺഗ്രസിൽ നിന്ന് പരിഗണനയിലുള്ളത്. ഡൽഹിയിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് സീറ്റുകൾ വെച്ചുമാറുന്നതിൽ UDF-ൽ ധാരണയായത്. അതേസമയം കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ സീറ്റുകൾ വെച്ചുമാറുന്നത് നിലവിൽ ചർച്ചയിലില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് വ്യക്തമാക്കി. വിജയസാധ്യതയാണ് മുഖ്യ വിഷയം, അത് സംശയമില്ല. ഉറപ്പായിട്ടും മുന്നണി ജയിക്കും. UDF-ൽ ആ വിഷയം ചർച്ചയായിരുന്നു. 24 പാലക്കാട്. ന്യൂനപക്ഷങ്ങളുമായി ഇടതുപക്ഷത്തിനുള്ള ബന്ധം വിട്ടുപോകാൻ പാടില്ലെന്ന് CPI. ഇടതുപക്ഷ ന്യൂനപക്ഷ ബന്ധം ഉലയാൻ പാടില്ല. ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകളെ പരിഗണിച്ചേ തീരൂ എന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ശബരിമലയിൽ യഥാർത്ഥ വിശ്വാസികളെ ഇടതുപക്ഷം ചേർത്തു പിടിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ ക്രിസ്ത്യൻ, മുസ്ലിം ഭേദമന്യേ ഭയചകിതരാണ്. ഓടിയെത്താനും കണ്ണീരൊപ്പാനും കൈകോർത്ത് പിടിക്കാനും ആശ്വസിപ്പിക്കാനുമെല്ലാം ഇടതുപക്ഷക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ആ ബന്ധമുണ്ട് ഇടതുപക്ഷവും മുസ്ലിം, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും തമ്മിൽ. ആ ബന്ധം വളരെ വളരെ പ്രശസ്തമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ആ ബന്ധം ഉലയാൻ പാടില്ല. ന്യൂനപക്ഷങ്ങളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും LDF-നുമുള്ള ബന്ധത്തിൻ്റെ ആ അടിത്തറയ്ക്ക് ഭംഗമേൽക്കുന്ന ഒന്നും ഉണ്ടായിക്കൂടാ എന്നാണ് CPI നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊച്ചി, കളമശ്ശേരി സീറ്റുകൾ വെച്ചുമാറാനുള്ള UDF ചർച്ചകൾക്ക് മുന്നറിയിപ്പുമായി ലത്തീൻ സഭ. കൊച്ചി സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് UDF-ന് ഗുണം ചെയ്യില്ല എന്ന് സഭാ വക്താവ് ജോസഫ് ജൂഡ് പറഞ്ഞു. അതേസമയം UDF-ലെ സീറ്റ് ചർച്ചകൾ വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യത മുൻനിർത്തി സീറ്റുകൾ വച്ചുമാറാനുള്ള കോൺഗ്രസ് ലീഗ് ധാരണയ്ക്കെതിരെയാണ് എറണാകുളം ജില്ലയിൽ എതിർപ്പുയരുന്നത്. ജില്ലയിൽ കോൺഗ്രസിന്റെ കൊച്ചി സീറ്റും ലീഗ് മത്സരിക്കുന്ന കളമശ്ശേരി സീറ്റും വച്ചുമാറുന്നതിനെതിരെ ലത്തീൻ സഭയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കൊച്ചി സീറ്റ് മുസ്ലിം ലീഗിന് നൽകുന്നത് ഗുണം ചെയ്യില്ല എന്ന് സഭാ വക്താവ് ജോസഫ് ജൂഡ് വ്യക്തമാക്കി. കൊച്ചി മണ്ഡലം എന്ന് പറയുന്നത് വൈകാരികമായി ഏറെ അടുപ്പമുള്ള ഒരു മണ്ഡലമാണ്, പ്രത്യേകിച്ച് ആ പ്രദേശത്തെ ലത്തീൻ കത്തോലിക്കർക്ക്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട്
ആ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കാനുള്ളൊരു തീരുമാനം കോൺഗ്രസിനും അതേപോലെ തന്നെ മുസ്ലിം ലീഗിനും ഗുണകരമാവും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതേസമയം ജില്ലയിൽ സീറ്റുകൾ സംബന്ധിച്ച ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു. UDF-ലെ സീറ്റ് സ്ഥാനാർത്ഥി ചർച്ചകൾ വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നും അഡ്വക്കേറ്റ് ഷാ. സീറ്റുകൾ തീരുമാനിക്കുന്നതിനും വെച്ചുമാറുന്നതിലും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്നതിലുമൊക്കെ UDF-ന് ഒറ്റ പാരാമീറ്റർ, അത് മെറിറ്റാണ്. അത് കോൺഗ്രസിന് ജയിക്കാവുന്നത്, ലീഗിന് ജയിക്കാവുന്നത് എന്നതൊക്കെയാണ് മെറിറ്റ് സീറ്റിനെ സംബന്ധിച്ച്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത പരിശോധിച്ച ശേഷമാണ് സീറ്റുകൾ വെച്ചുമാറാൻ കോൺഗ്രസും മുസ്ലിം ലീഗും തീരുമാനിച്ചത്. കളമശ്ശേരിയിൽ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും കൊച്ചിയിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുമാണ് സ്ഥാനാർത്ഥികളായി പരിഗണനയിലുള്ളത്. 24 കൊച്ചി. ജമാഅത്തെ ഇസ്ലാമി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹകരണം പ്രഖ്യാപിച്ചാൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്നോട്ട് പോയി എന്നാണ് ജമാഅത്തെ ഇസ്ലാമി തങ്ങളോട് പറഞ്ഞത് എന്നും VD സതീശൻ പ്രതികരിച്ചു. ഞങ്ങളെ അറിയിച്ചിരിക്കുന്നതും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതും അദ്ദേഹം തിരുവനന്തപുരത്തും മലബാറിലും പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളതും മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്നാണ്. ആ പിന്തുണ സ്വീകരിച്ചിരുന്നു. അത് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക. ഒരു പിന്തുണ നൽകാൻ തീരുമാനിച്ചാൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. വെൽഫെയർ പാർട്ടിയുമായി ബന്ധം ഉണ്ടെങ്കിലല്ലേ അവസാനിപ്പിക്കാൻ കഴിയൂ എന്നായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. ഉണ്ടെങ്കിലല്ലേ തുടരാൻ പറ്റുള്ളൂ, ഇല്ലാത്ത എങ്ങനെ തുടരാൻ പറ്റും? CPM-ന് ഉണ്ടായിരുന്ന ബന്ധം അവസാനിപ്പിച്ചു എന്ന് അവർ പറഞ്ഞു. NDAയുടെ ഭാഗമായത് വിശദമായ ചർച്ചയ്ക്ക് ശേഷമെന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ്. സഖ്യ തീരുമാനം കേരളത്തിന്റെ വികസനത്തിലുള്ള കുതിപ്പാണ്. 2020-ൽ നിന്ന് ഇനിയും ആളുകൾ പോയേക്കാം, അതിലേറെ ആളുകൾ വരുമെന്നും സാബു എം ജേക്കബ് പറഞ്ഞു. ഞങ്ങളിവിടെ ഈ ഒരു സഖ്യത്തെ കാണുന്നത്, ഈ ഒരു തീരുമാനത്തെ കാണുന്നത് കേരളത്തിൻ്റെ വികസനത്തിനുള്ള ഒരു കുതിപ്പായിട്ടാണത്. ഇനിയും കുറച്ച് പേര് പോയിന്ന് വരും. പക്ഷേ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, 1, 2, 3 വ്യക്തികൾ പോയത് മാത്രമാണ് നമ്മൾ വലിയ തലക്കെട്ടോടുകൂടി അതിനെ പ്രസിദ്ധപ്പെടുത്തുന്നത്. പക്ഷേ ഒരാൾ പോകുന്ന സമയത്ത് 100 ആയിരക്കണക്കിന് ആളുകൾ ഇതിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്നുള്ളത് ആരും മറക്കരുത്. BJP നേതാവും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറുമായ R ശ്രീലേഖയുടെ നടപടികൾ BJPക്ക് കടുത്ത തലവേദനയാകുന്നു. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ ശ്രീലേഖയുടെ നിസ്സഹകരണത്തിൽ BJPക്കുള്ളിൽ മുറുമുറുപ്പുയർന്നു കഴിഞ്ഞു. തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിനെ തുടർന്ന് പാർട്ടിയോടിടഞ്ഞ R ശ്രീലേഖയുടെ നിസ്സഹകരണമാണ് BJPക്ക് തലവേദന സൃഷ്ടിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ പിന്തുണയുണ്ടായിട്ടും പരിഗണന ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ശ്രീലേഖ നേതൃത്വത്തോട് അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നത്. ഇന്നലെ പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ശ്രീലേഖ പങ്കെടുത്തെങ്കിലും എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു. പ്രധാനമന്ത്രിക്ക് ഹസ്തദാനം നടത്താൻ പോലും തയ്യാറാവാത്ത ശ്രീലേഖയുടെ നടപടി വിവാദമായതോടെ പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ വിശദീകരണം നൽകേണ്ടി വന്നു. എനിക്ക് രാഷ്ട്രീയം പുതിയതാണ്. 33.5 വർഷം പരിശീലിച്ചതും ചെയ്തതും ഒക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമയായിരുന്നു. വളരെയധികം VVIP ഡ്യൂട്ടി ചെയ്തിട്ടുള്ള എനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുക, അവിടെ തന്നെ നിലയുറപ്പിക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടതെന്നാണ് ധരിച്ചിരുന്നത്. R ശ്രീലേഖ പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയാൽ കടുത്ത പ്രതിരോധത്തിലാകുമെന്ന ആശങ്ക BJP ക്യാമ്പുകൾക്കുണ്ട്. മേയർ സ്ഥാനത്തേക്ക് പരിഗണന ലഭിക്കാത്ത സാഹചര്യത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റാണ് ഇനി ശ്രീലേഖയുടെ ലക്ഷ്യമെന്നാണ് സൂചന. സാധ്യമായില്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് പോയേക്കുമെന്നാണ് R ശ്രീലേഖയുമായി അടുപ്പമുള്ളവർ പറയുന്നത്. 24 തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരത്തെ പൊതുപരിപാടിയിൽ അനധികൃതമായി ഫ്ലെക്സ് സ്ഥാപിച്ചതിൽ BJP ജില്ലാ പ്രസിഡന്റിനെതിരെ കേസ്. തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനെതിരെയാണ് കേസെടുത്തത്. കോടതി വിധി ലംഘിച്ചെന്നും പൊതുവഴി തടസ്സപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് നടപടി. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. കൊച്ചിയിലെ മഹാപഞ്ചായത്ത് പരിപാടിയിൽ അവഗണിച്ചെന്ന ഡോക്ടർ ശശി തരൂർ MPയുടെ ആരോപണം തള്ളി കോൺഗ്രസ് നേതൃത്വം. അവഗണിച്ചു എന്നത് തരൂരിന്റെ തോന്നൽ മാത്രമെന്നും അവഗണന ഉണ്ടായിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി കേരള നേതാക്കളുടെ യോഗത്തിൽ അറിയിച്ചു. അതേസമയം മുൻകൂട്ടി അറിയിച്ച പരിപാടികൾ ഉള്ളതിനാലാണ് ശശി തരൂർ ഹൈക്കമാൻഡ് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാത്തത് എന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ചു.
കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ KPCC ഭാരവാഹികളുമായി ഹൈക്കമാൻഡ് ചേർന്ന ആദ്യ യോഗത്തിലെ ശശി തരൂരിന്റെ അസാന്നിധ്യം വീണ്ടും ചർച്ചകൾക്ക് തുടക്കമിട്ടു. കൊച്ചിയിലെ പാർട്ടിയുടെ മഹാപഞ്ചായത്ത് വേദിയിൽ അവഗണിക്കപ്പെട്ടു എന്നത് തരൂരിന്റെ തോന്നൽ മാത്രമെന്നായിരുന്നു ഇന്നലത്തെ യോഗത്തിൽ രാഹുൽ ഗാന്ധി സംസ്ഥാന നേതാക്കളോട് പറഞ്ഞത്. തനിക്ക് തന്ന നേതാക്കളുടെ ലിസ്റ്റിൽ തരൂരിന്റെ പേരില്ലായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. അതേസമയം മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികൾ കാരണമാണ് ശശി തരൂർ പങ്കെടുക്കാത്തത് എന്ന് പറഞ്ഞായിരുന്നു സംസ്ഥാന നേതാക്കൾ തടി തപ്പിയത്. അദ്ദേഹം വ്യക്തിപരമായി നേരത്തെ മുൻകൂട്ടി പോയ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ടാണ് എത്താൻ കഴിയായിരുന്നെന്ന് അറിയിച്ചിട്ടുണ്ട്. വയനാട് ലക്ഷ്യ ക്യാമ്പിൽ തരൂർ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തുവന്നതോടെ കാലങ്ങളായി പാർട്ടി നേതൃത്വത്തോടുണ്ടായിരുന്ന അകൽച്ച പരിഹരിക്കപ്പെട്ടു എന്ന സന്ദേശമായിരുന്നു. കൊച്ചി മഹാപഞ്ചായത്തിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങൾ വീണ്ടും പഴയപടിയായി. അതേസമയം ശശി തരൂരിനെ വീണ്ടും അനുനയിപ്പിക്കാൻ പാർട്ടിയിൽ ശ്രമം തുടരുന്നുണ്ടെന്നാണ് സൂചന. 24 ഡൽഹി. എന്നാൽ പാർട്ടി പരിപാടികളിലെ അവഗണനയിൽ അതൃപ്തി പരസ്യമാക്കുകയാണ് ശശി തരൂർ. പറയാനുള്ളത് പാർട്ടിയിൽ പറയും. മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളിൽ ശരിയും തെറ്റുമുണ്ട്. ഡൽഹി യോഗങ്ങളിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചിരുന്നതാണ് എന്നും ശശി തരൂർ കോഴിക്കോട്ട് പ്രതികരിച്ചു. നോക്കൂ, എനിക്ക് പറയാനുള്ളതല്ല ഞാൻ പാർട്ടി നേതൃത്വത്തോട് നേരിട്ട് പറയണം നല്ലത്. നിങ്ങൾ പല കാര്യങ്ങളും എഴുതിയ മാധ്യമത്തിൽ അതിൽ ചില കാര്യങ്ങൾ ശരിയായിരിക്കും, ചില കാര്യങ്ങൾ ശരിയായിരിക്കില്ല. ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ പബ്ലിക്ലി ചർച്ച നടക്കുന്നത് ശരിയല്ല. ഞാൻ പോയില്ല, ഞാൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു, നേരത്തെ അറിയിച്ചു ഞാൻ വരുന്നില്ല എന്ന്. എനിക്ക് എന്തായാലും ഇവിടെ വാക്ക് കൊടുത്തായിരുന്നു, ഇതിനെ ക്യാൻസൽ ചെയ്തിട്ട് പോയിട്ട് വരേണ്ടിയിരുന്നു. പക്ഷേ ഞാൻ ഉറപ്പുമായിട്ട് പാർലമെൻറ്റിലെ എല്ലാ വിധത്തിലും പങ്കെടുക്കുമ്പോൾ പാർട്ടിയെ ആ സമയത്ത് കാണാൻ നേതൃത്വത്തിന്. പക്ഷേ എനിക്ക് പറയാനുള്ളത് പാർട്ടിയുടെ അകത്ത് പാർട്ടിയുടെ അകത്ത് തന്നെ പറയണം നല്ലത്, മാധ്യമക്കാരുടെ മുമ്പിലല്ല. ഇന്ത്യയുടെ ISROയും അമേരിക്കയുടെ നാസയും ഒരുമിച്ച് നിന്നാൽ കൂടുതൽ ബഹിരാകാശ ദൗത്യങ്ങൾ നടത്താൻ കഴിയുമെന്ന് ബഹിരാകാശ യാത്രിക സുനിത വില്യംസ്. ISROയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്നും സുനിത വില്യംസ് പറഞ്ഞു. കേരളത്തിലെത്തിയ സുനിത വില്യംസ് പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കുമൊപ്പം ബഹിരാകാശ യാത്രാനുഭവങ്ങൾ പങ്കുവച്ചു. What is your advice to our ISRO? Our space team, Indian space team. Yeah. Your advice. You know, it's so interesting. For many years, we were not working together, and now we are working together. So, first of all, I think that is just incredible. That's awesome that we can, two agencies that are now looking for a common goal, launching spacecraft with sensors from both countries on it, launching Axiom 4 with Captain Shukla on board as part of that crew member. ഇന്ത്യയും അമേരിക്കയും ബഹിരാകാശ രംഗത്ത് സഹകരിച്ച് മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് സുനിത വില്യംസ്. ആക്സിയം 4 ദൗത്യത്തിലും ആ പങ്കാളിത്തമുണ്ടായിരുന്നു. ഇനിയും മുന്നോട്ട് പോകണമെന്നും സുനിത വില്യംസ്. That team, and then looking forward to what the future of the Indian space program is. I think the US and India are working really nicely, collaboratively together, and I think we'll accomplish much bigger things than we either one of us individually had dreamed of that way. ഇന്ത്യൻ സ്പേസ് ടീമിന് നൽകാനുള്ള ഉപദേശം എന്തെന്ന ചോദ്യത്തിന് സ്വപ്നങ്ങൾ കാണുന്നത് അവസാനിപ്പിക്കരുത് എന്ന് മറുപടി. കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ പരിപാടിക്കിടെയാണ് സുനിത വില്യംസ് ബഹിരാകാശ യാത്രാനുഭവങ്ങൾ പങ്കുവച്ചത്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്.